സംഘടനാശേഷിയും കെട്ടുറപ്പും വിളിച്ചോതി അഖില കേരള ധീവരസഭ കോട്ടയം ജില്ലാ സമ്മേളനത്തിന് ഗംഭീര സമാരംഭം. വൈക്കം ചെമ്പ് ജഗദംബിക ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കെ.വി. മനോഹരൻ നഗറിലാണ് ജില്ലാ സമ്മേളന നടപടികൾ. അഖില കേരള ധീവരസഭയുടെ കോട്ടയം ജില്ലയിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നെത്തിയ സമുദായ അംഗങ്ങൾ, മഹിളാ വിഭാഗം പ്രവർത്തകർ, യുവജന വിഭാഗം പ്രവർത്തകർ, മുതിർന്ന സമുദായ അംഗങ്ങൾ തുടങ്ങിയവർ തിങ്ങിനിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയായിരുന്നു സമ്മേളന നടപടികൾക്ക് തുടക്കം കുറിച്ചത്. ജില്ലാ പ്രസിഡന്റ് ശിവദാസ് നാരായണൻ സഭയുടെ കടൽവർണ്ണ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. തുടർന്ന് മുൻ ജില്ലാ പ്രസിഡന്റ് കെ.വി. മനോഹരന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമായിരുന്നു ഉദ്ഘാടന സമ്മേളനം. ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ എം.എൽ.എയുമായ വി. ദിനകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. അരനൂറ്റാണ്ട് പ്രായം തികയുന്ന ധീവരസഭ ഇന്നു കാണുന്ന വിധം ഐക്യവും സംഘടനാശേഷിയുമുള്ള പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ മൺമറഞ്ഞ ആദ്യകാല നേതാക്കൾ വഹിച്ച പങ്ക് നിസ്തുലമാണെന്ന് വി. ദിനകരൻ പറഞ്ഞു. മത്സ്യബന്ധന മേഖലയിൽ ജോലി ചെയ്യുന്നവർ നേരിടുന്ന വെല്ലുവിളികളുടെയും പ്രതിസന്ധികളുടെയും ആക്കവും തൂക്കവും അനുദിനം വർദ്ധിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് ദിനകരൻ പറഞ്ഞു. തീരദേശ പരിപാലനം, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നപരിഹാരം എന്നിവയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വി. ദിനകരൻ ആവശ്യപ്പെട്ടു. അടുത്ത മാർച്ച് 2-ാം തീയതി ആകുമ്പോൾ 50 വർഷം നമ്മൾ പൂർത്തീകരിക്കും. സഭയിലെ 19-ാം സംസ്ഥാന സമ്മേളനം 50-ാം വാർഷികവും നടത്താനുള്ള തീരുമാനം സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അത് വൈക്കത്ത് വെച്ച് തന്നെ നടത്തണം എന്നാണ് സംസ്ഥാന കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ എല്ലാവരും നിർഭവമായ സഹായം സഹകരണമുണ്ടാകും. ധീവരസഭയെപ്പറ്റി പറയുമ്പോൾ ധീവരസഭയുടെ മുൻകാല നേതാക്കന്മാരെ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കും. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം.പി. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ധീവരസഭ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശിവദാസ് നാരായണൻ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ധീവരസഭയ്ക്ക് ഇനിയുമേറെ ദൂരം താണ്ടാനുണ്ടെന്നും ഐക്യവും ലക്ഷ്യബോധവും സംഘടനാശേഷിയുമാണ് ആ യാത്രയിൽ ധീവരസഭയ്ക്ക് കൈമുതലാകേണ്ടതെന്നും ശിവദാസ് നാരായണൻ പറഞ്ഞു. പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ നിരവധി സമരങ്ങളിലൂടെ ഒട്ടനവധി ആവശ്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സാധിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ശ്രീ വി. ദിനകരൻ സാറാണ് സംസാരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി വി. എം. ഷാജി സ്വാഗതം ആശംസിച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. രഞ്ജിത്ത്, ധീവരസഭ സംസ്ഥാന ട്രഷറർ എ. ദാമോദരൻ, സംസ്ഥാന സെക്രട്ടറി എൻ.ആർ. ഷാജി, മഹിളാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് സുലഭ പ്രദീപ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ടി.വി. സുരേന്ദ്രൻ, ട്രഷറർ കെ. അശോക് കുമാർ, ജോയിന്റ് സെക്രട്ടറി അമൽ രാജ്, ധീവരസഭ ചെമ്പ് കരയോഗം പ്രസിഡന്റ് കെ. പ്രകാശൻ എന്നിവർ പ്രസംഗിച്ചു. പ്രവീൺ ഭാസ്കർ, ടുഡേ ന്യൂസ്, വൈക്കം.